എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ക്ഷേത്രത്തിൽ രാവിലെ തിരുമേനി നട തുറക്കാൻ വരുന്ന സമയത്താണ് അവിടെ പതിവ് പോലെ ആലിലേക്ക് എത്ര താമരപ്പൂവും കണ്ടേ. ഈ സമയം ഗിരിദേവൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല പതിവ് പോലെ തന്നെ ആലിലെയും പൂവ് ഉണ്ടോന്ന് ചോദിക്കാണ്. ഉണ്ട് ഗിരിദേവ എന്ന് പറയണ. അത് മാത്രം ഒരു ബാഗും ഉണ്ടെന്ന് പറയണ. ആ ബാഗോ? ആ ബാഗ് എവിടെ ഇരിക്കണ? ആരാ കൊണ്ടേ വെച്ചെന്നറിയാവോ? അല്ല അറിയില്ല. ഒരു കാര്യം ചെയ്യ, ആ ബാഗ് ഒന്ന് തുറന്നു നോക്ക്, അതിനകത്ത് എന്താണെന്നറിയാലോ എന്ന് പറയാ. അങ്ങനെ തിരുമേനി ബാഗ് തുറന്നു നോക്കിയപ്പോ അതിനകത്ത് നിറച്ചും പണം. ഇത് കണ്ടത് തിരുമേനി ചോദിച്ചു, ഇത്രയും പണമോ? ഇതാരാ എവിടെ കൊണ്ടേ വെച്ച്? അതോ, അതെന്റെ കയ്യില് ദേവികമ്മ തന്നു വിട്ടതാ. ഇവിടുത്തെ ഉത്സവം നടത്താൻ വേണ്ടിയിട്ടുള്ള പണമാന്ന് പറയാം. ഉത്സവം നടത്താനുള്ള പണം ദേവികമ്മ ഗിരിദേവന്റെ കയ്യിൽ തന്നു വിട്ടോ? അതെ, ഊരായ്മക്കാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഡ്വാൻസ് തുക കൊടുക്കണമെന്ന് ഉത്സവം നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നു വിട്ടാന്ന് പറയാം. അല്ല, അതിനകത്ത് ഊരായ്മക്കാരെ ഏൽപ്പിച്ചാ പോരെ? അതിനെ ഗിരിദേവന്റെ കൈ കൊടുത്തു വിട്ട് എന്നെ ഏൽപ്പിച്ച എന്തിനാ? അല്ല, ദേവിയമ്മയുടെ സ്വഭാവം അറിയാലോ. ദേവിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം തിരുമേനിനെയാ. അതുകൊണ്ട് എൻ്റെ തന്നു വിട്ടത്. എൻ്റെ തന്നു വിട്ട് തിരുമേനിനെ ഏൽപ്പിക്കാൻ പറഞ്ഞത്. പിന്നീട് കാണിക്കുന്ന രാവിലെ എഴുന്നേറ്റ് ദേവികമ്മ ഇരിക്കുവോ. ദേവികമ്മയുടെ അടുത്ത് ഉണ്ണിമോളും ഉണ്ട്, ആ വിനോദം ഉണ്ട്. ഈ സമയത്ത് അനസൂയ അങ്ങോട്ട് വന്നേ. അനസൂയ വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഉത്സവം നടത്തുന്നതിനെ കുറിച്ച് പറയുകയും ചെയ്തു. പക്ഷെ അതിന് കുറെ പണം വേണമെന്നല്ല പറഞ്ഞേ. അതിനുള്ള പണം എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് പറയാം. വിനോദ് പറഞ്ഞു, ഗിരിദേവൻ പറഞ്ഞിട്ടാ അമ്മ വാക്ക് കൊടുത്തിരിക്കുന്നേ. അനസൂയ പറഞ്ഞു, ഗിരിദേവനെ എനിക്ക് വിശ്വാസമാണ്. കാരണം എനിക്ക് എൻ്റെ താരമോൾക്ക് ആപത്തുണ്ടായ സമയത്തെല്ലാം ഗിരിദേവനെ വന്ന് രക്ഷിച്ച്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇത്രയും വലിയ എമൗണ്ട് അത് എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് ഓർത്താ. മുത്തശ്ശി പറഞ്ഞു, അയ്യപ്പസ്വാമി എന്തേലും ഒരു മാർഗം കാണിച്ചു തരാതിരിക്കില്ല. അയ്യപ്പസ്വാമി എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യമല്ലേ. അപ്പൊ അയ്യപ്പസ്വാമി തന്നെ ഇതിന് എന്തേലും ഒരു മാർഗം കണ്ടെത്തും. വിനോദ് പറഞ്ഞു, അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. എന്തൊക്കെയോ അത്ഭുത ശക്തികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗിരിദേവന്. പക്ഷെ ഇതങ്ങനെയല്ല. ഉത്സവമാണ്. ഉത്സവം നടത്താൻ പറ്റിയില്ലെങ്കിൽ കമ്മിറ്റിക്കാരുടെ മുന്നിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അമ്മ വാക്ക് കൊടുത്തല്ലേന്ന് ചോദിക്കുക. ഈ സമയത്ത് ജയനും രാജീവിനും അങ്ങോട്ട് വരുന്നേ. എന്താ ചേട്ടാ രാവിലെ തന്നെ? അതെ, കമ്മിറ്റിക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നീന്ന് പറയാം. അല്ല, അതിനിപ്പം ദേവികൻ പറഞ്ഞു, എന്ത് കാര്യം ചെയ്താലോ, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പോയാലെന്ന് ചോദിക്കുകയാണ്. ജയൻ പറഞ്ഞേ, ഞങ്ങൾ വരുന്നില്ല എന്ന് പറയാ. അതെന്താ വരുന്നില്ലാത്ത? അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ഉത്സവം നടത്താൻ പറ്റില്ല എന്നൊക്കെ അവരുടെ മുന്നിൽ നിന്ന് പറയണ്ടേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 3 ആമക്കളും കൂടെ ഒരുമിച്ച് ചെന്ന് കഴിയുമ്പം അവര് പറയും, നിങ്ങൾ 3 പേരും കൂടെ ഷെയർ ഇട്ടാ പോരെ, ഉത്സവം നടത്താൻ പറ്റൂന്നൊക്കെ പറയും. അത് ചിലപ്പോൾ ഉത്സവം നടത്തിയിട്ട് നമ്മളോട് പൈസ മേടിക്കാനും കാരണവും. അതുകൊണ്ട് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അമ്മ തന്നെ ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയാൽ മതി. ചിലപ്പോൾ ഇന്നലെ ആ ഒരു സമയത്ത് അമ്മയ്ക്ക് അങ്ങനെ തോന്നിയതാ ഉത്സവം നടത്താന്ന്. പക്ഷെ അതിനുള്ള പണമില്ല എന്നൊക്കെ അവരോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറയാം. ദേവികൻ പറഞ്ഞു, അത് ശരിയാണോ? അങ്ങനെ പോകുന്നത് ശരിയാണോ? നിങ്ങൾ മക്കളെല്ലാം ഉള്ളപ്പോൾ ഞാൻ തന്നെ പോയി അത് പറയണേ. എന്താമ്മേ? രാജീവൻ പറഞ്ഞു, ഞാൻ എന്താണെന്നും വരത്തില്ല. ഇനിയിപ്പം ബാക്കി 2 പേര് പോകുന്നുണ്ടെങ്കിൽ പോട്ടെ. ജയേട്ടനും വിനോദേട്ടനും പോകുന്നുണ്ടെ പൊക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ. ജയൻ പറഞ്ഞു, ഞാൻ പോകുന്നൊന്നുമില്ല, എൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ല എന്ന് പറയണം. വിനോദ് ഈ കാര്യം തന്നെ പറഞ്ഞത്. വിനോദ് പറഞ്ഞു, പിന്നെ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് ഓർത്താ ഇരിക്കുന്നേ. ഈ 10 ലക്ഷം രൂപ എന്നെ കൊണ്ട് തന്നെ കൂടുന്ന കാര്യമാണെന്ന് ചോദിക്കുക. പെട്ടെന്ന് അനസൂയ പറഞ്ഞു, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ മക്കളും കൂടെ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ, അമ്മ തന്നെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നത് എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ഉത്സവം നടത്താൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അമ്മേനെ പറഞ്ഞു വിട്ടിരിക്കുന്ന. നിങ്ങൾ അമ്മയും മക്കളും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവർ വിചാരിക്കുള്ളൂ. നിങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ അവർക്ക് ബോധ്യമാവും. അതല്ലേ അതിന്റെ ശരിയെന്ന് ചോദിക്കുകയാണ്. ദേവികൻ പറഞ്ഞു, ശരിയാ, അനസൂയ പറഞ്ഞ കാര്യങ്ങളാ ശരി, നമുക്ക് അങ്ങോട്ട് പോകാം, പോയി കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാം. പിന്നീട് ദേവിയമ്മേനെയും കൊണ്ട് മക്കളും ഉണ്ണിമോളും അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ആലിന്റെ ചൂട്ടി ദേവിയമ്മേനെ കൊണ്ട് ഇരുത്തുവാണ്. ഈ സമയം ജയൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അമ്മയ്ക്ക്. അവര് വരുമ്പോ ഊരായ്മക്കാര് വരുമ്പോ എന്താ സംസാരിക്കേണ്ടതെന്ന് അവർ ചിലപ്പം പറയും. വാക്ക് തന്നാണ്, ഇനി മാറ്റാൻ പറ്റില്ല, ഉത്സവം നടത്തണം. ഇനിയിപ്പോ എന്തൊക്കെ വിറ്റ് പെറുക്കിയിട്ടാണ് ശരി ഉത്സവം നടത്തുന്നതെന്ന്. ആ സമയത്ത് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഇനിയിപ്പോ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണ. രാജീവിനും ഇത് തന്നെയാണ് പറഞ്ഞത്. അമ്മ വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് അമ്മക്ക് ഒരു വാക്കൊന്ന് ആലോചിക്കണമായിരുന്നു. ദേവിയും പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമായിരുന്നു, അതുകൊണ്ടാ. പോരാത്തിന് ഗിരിദേവൻ പറയുകയും ചെയ്തു വാക്ക് കൊടുത്തോളാം. ഗിരിദേവൻ വാക്ക് പറഞ്ഞിട്ട് ഇന്ന് വരെ മാറ്റിയ ചരിത്രമില്ല, ഉണ്ടായിട്ടില്ല. ഞാൻ അവനെ കാണുന്നിട്ട് കുറെ കാലമായി. അപ്പൊ അവൻ സഹായിക്കുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ, സാരമില്ല, ഞാൻ അവര് വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാന്ന് പറയാ. ഈ സമയത്ത് ഊരായ്മക്കാരും തിരുമേനിയും കൂടെ അങ്ങോട്ട് വരുന്നത്. തിരുമേനിയുടെ കയ്യിലൊരു തട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുമേനിയും കണ്ടു കഴിയുമ്പോൾ ദേവയമ്മ വല്ലാത്ത സങ്കടമായി. ദേവയമ്മ പറഞ്ഞു, തിരുമേനി, എനിക്കറിയാം, ഞാൻ മനസ്സിൽ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത
കാര്യം ആഗ്രഹിച്ചത്, എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യം അയ്യപ്പ ഭഗവാന് ഇവിടുത്തെ ഉത്സവം നടത്തണമെന്ന്. അപ്പൊ എല്ലാവരുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടായി കാണുമായിരിക്കും, ഇത്രയും വലിയ എമൗണ്ട് എവിടുന്ന ഉണ്ടാക്കുന്നില്ലേ ഉത്സവം നടത്താനായിട്ട്. പക്ഷെ അതാ കിട്ടും എനിക്കൊരു നല്ലൊരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വാക്ക് തന്നേന്ന് പറയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ കറണ്ട് പോയിട്ടോ, അതാ ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നേ. മഴയൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഊരായ്മക്കാരോടും തിരുമേനിയോടും ഒക്കെ. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത കാര്യം ആഗ്രഹിച്ചേ. പക്ഷെ ഉണ്ണിമോളുടെ ആഗ്രഹം നടന്നു. അയ്യപ്പസ്വാമിക്ക് തിരുവാഭരണങ്ങൾ അണിയിക്കണം എന്നുള്ള ഉണ്ണിമോളുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം നടന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം അത് മാത്രം. പെട്ടെന്ന് തിരുമേനി പറഞ്ഞു, ദേവകിയമ്മ അതാണോ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് പണം ഏൽപ്പിച്ചതെന്ന് പറയണേ. ആരുടെ ഈ പണം ഏൽപ്പിച്ചെന്ന്? ഗിരിദേവന്റെ പണം കൊടുത്തു വിട്ടില്ലേ, ഊരായ്മക്കാരുടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് പണം കൊടുത്തു വിട്ടില്ലേ, അത് ഗിരിദേവൻ എൻ്റെ കൊണ്ട് തന്നായിരുന്നു പറയണ. പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി. ഗിരിദേവൻ കൊണ്ടേ പണം തന്നോന്ന് ചോദിക്കണം. അതെ, ഗിരിദേവൻ കൊണ്ടേ പണം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ദേവയമ്മ തന്നാന്ന് പറഞ്ഞു. അപ്പൊ അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കണമെന്ന് പറഞ്ഞ, അപ്പൊ അതിന് ആചരിക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ, അപ്പൊ ആ ചടങ്ങ് നടത്താൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. ഒരു നിമിഷം വിനോദും ജയനും ജാജുവിനും എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ദേവയമ്മയ്ക്കൊന്നും മനസ്സിലായില്ല സംഭവം. ഒരു കാര്യം അറിയാം, എന്തോ ഒരു മായാജാലം നടന്നിട്ടുണ്ട്. ഗിരിദേവൻ കൊണ്ടേ പണം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ എമൗണ്ട്. തിരുമേനി പെട്ടെന്ന് പറഞ്ഞു, ഗിരിദേവൻ പോയിട്ടില്ല, ഇവിടെ എവിടെയുണ്ട്. രാവിലെ അവൻ എന്നെ കൊണ്ട് പണം ഏൽപ്പിച്ചിട്ട് ഇവിടെ ഉണ്ടെന്ന് പറയണേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരിദേവനും മാവനും കൂടെ അങ്ങോട്ട് വരുന്നേ. അവരെ കണ്ടതും പെട്ടെന്ന് ദേവയും വെച്ചു, അല്ല ഗിരിദേവനാണ് എൻ്റെ പേരിലുള്ള പണം തിരുമേനിക്ക് കൊണ്ട് കൊടുത്തതെന്ന്. അതെ, ഉത്സവം നടത്താനുള്ള പണം ദേവയമ്മയുടെ പണം അതപ്പോൾ ആ പണം ഞാൻ കൊണ്ടേ കൊടുത്ത തിരുമേനിക്കെന്ന് പറയാണ്. അല്ല, ഇത്രയും പണമോ? ഇത് കേട്ടതും രാജ്യം പറഞ്ഞു, സത്യം പറ ഗിരിദേവ, നിനക്ക് എവിടുന്നാ എത്ര പണം കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ദേവയും പറഞ്ഞു, എനിക്കറിയായിരുന്നു ഗിരിദേവ, നീ കൃത്യസമയത്ത് എന്തേലും മായാധ്യാനം കാണിക്കൂന്ന്. നിന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വാക്ക് കൊടുത്തേന്ന് പറയാം. എൻ്റെ മനസ്സിലെ ഈശ്വരന്മാരായിട്ട് തോന്നിപ്പിച്ചൊരു കാര്യമാണ് ഇത്തവണത്തെ ഉത്സവം ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ആഗ്രഹം ഉണ്ണിമോളോടും ബാക്കി എല്ലാവരോടും പറയുകയും ചെയ്തത്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഈ കാര്യം നടക്കുന്നതിന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പോരായ്മക്കാരിൽ ഒരാൾ പറഞ്ഞു, എന്നാൽ ഈ 10 ലക്ഷം രൂപ ഒരു കാരണവശാലും ദേവയമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം അഡ്വാൻസ് ആയിട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞങ്ങളുടെ മനസ്സിലൊരു ചിന്ത പോലും ഇല്ലായിരുന്നു പിറ്റേ ദിവസം തന്നെ പണവുമായിട്ട് ദേവയമ്മ ഇങ്ങോട്ട് വരുമെന്ന്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. നമ്മൾ ആരും ചെറുതായിട്ട് ഒരിക്കലും കാണരുത്. പെട്ടെന്ന് ദേവയ്യം പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ ഗിരിദേവ, എന്താ സംഭവിച്ചേ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. ഈ സമയത്ത് രാജീവും പറഞ്ഞു, സത്യം പറയടാ, നിനക്ക് എവിടുന്ന് എത്ര പണം കിട്ടിയത്? ഓ, നിങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ കാണുമായിരിക്കില്ലേ, ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇത്രയും പണം എവിടുന്ന് വന്നെന്ന് എന്ന് വാവര് പെട്ടെന്ന് ചോദിക്കുകയാണ്. ജയം പറഞ്ഞു, അത് തന്നെ ഞങ്ങൾക്ക് സംശയം. ഇനി നീ നിങ്ങൾ എവിടെന്നെങ്കിലും കട്ടെടുത്തോണ്ട് വന്നാണോ? ഇനി ഈ പണത്തിന്റെ പേരിൽ ആരും പുറകെ വരുമെന്ന് ചോദിക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെയുള്ള പേടിയും ഭയവും നിൽക്കും ആർക്കും വേണ്ടെന്ന് പറയണ. വാവര് പറഞ്ഞു, ആ പണം ഒരാൾ ഞങ്ങൾക്ക് തന്നാന്ന് പറയണം. തന്നോ? അതാരാ തന്നെ? അതിന്റെ ഉടമസ്ഥൻ തന്നെ ആ പണം ഞങ്ങൾക്ക് തന്നേന്ന് പറയാണ്. പെട്ടെന്ന് രാജ്യം പറഞ്ഞു, ഇതേക്ക് വെറുതെ കള്ളത്തരം പറയരുത് കേട്ടോ, എവിടുന്ന് അടിച്ചു മാറ്റിയിട്ട് നിങ്ങൾ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് വന്നിരിക്കുക എന്ന് പറയണം. കള്ളത്തരമൊന്നും വല്ല പറഞ്ഞത്. ആ പണം കിട്ടിയത് എവിടെയെന്നറിയാവോ? ആ പണം ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതെന്ന് പറയാം. വഴിയിൽ നിന്ന് കിട്ടിയതോ? അപ്പൊ വഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? അപ്പൊ ഊരായ്മക്കാരൻ ഒരാൾ പറഞ്ഞു, അതല്ല എൻ്റെ ശരിയെന്ന് പറയണം. പക്ഷെ അതൊക്കെയായിരുന്നു ശരി. പക്ഷെ അതല്ല, അത് ഒരാളുടെ പണമാണ്, ഒരാൾ കളിച്ചു നേടിയ പണമാണ് പറയാണ്. പെട്ടെന്ന് രാജീവിന്റെ ഒരു ഞെട്ടലുണ്ടായി. കളിച്ചു നേടിയ പണമോ? ഇത് ഗിരിദേവൻ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പെട്ടെന്ന് ജയം പറയാണ്. ഈ സമയത്ത് ഗിരിദേവൻ കാര്യങ്ങളൊക്കെ പറയാണ്. മനയെ വെച്ച് രാജീവനെ കണ്ടതും പിന്നെ രാജീവൻ പണത്തിന് വേണ്ടിയിട്ട് ഓടിയതും ചീട്ട് കളിച്ച് നേടിയ പണമായിരുന്നു. ആ പണം മേടിക്കാനായിട്ട് ഗുണ്ടകൾ അങ്ങോട്ട് വന്നതും അവസാനം ഗുണ്ടകൾ ആ ക്ഷേത്രത്തിൽ നിന്ന് നിധിയെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോണ സമയത്ത് വഴിക്ക് വെച്ച് ബ്രഹ്മരക്ഷസ് പിടിക്കുന്നതും പിന്നീട് ബാഗ് കിട്ടിയിട്ട് അവന്മാർ ഓടുന്ന കാര്യമില്ല. ഇപ്പം മനസ്സിലായല്ലോ? ഇതെല്ലാം കേട്ട് ഇനിയിപ്പോൾ രാജീവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഇപ്പൊ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ പണം കിട്ടിയ ആൾ എന്ത് ചെയ്ത് അയ്യപ്പസ്വാമിനെ വിളിച്ച് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അയ്യപ്പസ്വാമി അയാളെ രക്ഷിക്കുകയത്. അപ്പൊ അയ്യപ്പസ്വാമി ഒരു കാര്യം തീരുമാനിച്ചു, ആ പണം വെച്ച് ഉത്സവം നടത്താനായിട്ട്. അതുകൊണ്ടാണ് ആ ഉത്സവത്തിനുള്ള പണം അങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും വ്യക്തമായി. പിന്നീട് തിരുമേനി പറഞ്ഞു, ബാ ദേവികമ്മ, ഇവിടെ ആചരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഉത്സവം നടത്തുന്ന സമയത്ത് ദേവികമ്മ വന്നോളാന്ന് പറയണം. അങ്ങനെ ദേവികമ്മേനെ കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് തിരുമേനി എന്ത് ചെയ്യുക,
ആചരിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരുവാണ്. എടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ക്ഷേത്രത്തിന് ഉത്സവം നടത്തുന്നയാള് ഉത്സവം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം ആറാട്ട് വരെ ഈ ക്ഷേത്രത്തില് ഒരു മുഖ്യ ആളായിട്ട് എല്ലാത്തിനും മുൻപത്തെയും തന്നെ ഉണ്ടാവും. അപ്പൊ അവരെ ഒരു മുഖ്യ സ്ഥാനത്ത് ഇരുത്തേണ്ട ഈ ക്ഷേത്രത്തിലെ ആൾക്കാരുടെ കടമയാണ്. അങ്ങനെ ഊരായ്മക്കാർ എന്ത് ചെയ്യണം, അവരെ മാലയിട്ട് വരണം സ്വീകരിക്കാനായിട്ട്. പിന്നീട് തിരുമേനി ഒരു മാല പൂച്ച കൊണ്ട് കൊടുക്കുവാണ്. ആ പൂച്ച മാല ഊരായ്മക്കാരിൽ ഒരാളെ ദേവികമ്മയുടെ കഴുത്തേലേക്ക് ഇടുവാണ്. അപ്പൊ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ശരണം വിളിക്കുവാണ്. അങ്ങനെ ഉത്സവത്തിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.